കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്ന തരത്തിൽ സഭയ്ക്കകത്ത് പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് മണ്ണൂരിലെ നിയുക്ത MLA പ്രൊഫസർ സി രവീന്ദ്രനാഥ്. TN പ്രതാപൻ തന്റെ അടുത്ത സുഹൃത്താണെന്നും തെരഞ്ഞെടുപ്പ് കേസിന് പോകുന്നതെല്ലാം അദ്ദേഹത്തിന്റെ താല്പര്യമാണെന്നും പ്രൊഫസർ രവീന്ദ്രനാഥ് 24നോട് പറഞ്ഞു. മണലൂർ മണ്ഡലത്തിലെ നിയുക്ത MLA പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്തായാലും MLAക്ക് ആശംസകൾ. ചെറുതായിട്ടൊന്നും ടെൻഷനായല്ലേ? എണ്ണുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ലീഡ് മാറി പറഞ്ഞു വരികയാണ്. തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടായിരുന്നു. അവസാനം തന്നെ ജയിക്കുകയാണ്. 26 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അതായത് ഏറ്റവും ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്കാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ മണലൂരിന് എന്താണ് ഇനി ഭാവിയിലേക്ക് മണലൂരിനോട് പറയാനുള്ളത്? മണലൂർ എന്തായാലും ഒരു അപരിചിത മണ്ഡലമല്ല. പരിചിതമാണ്, എങ്കിലും വളരെ ക്ലോസ് ആയിട്ടുള്ള പരിചയമില്ല. ഈ ഇലക്ഷൻ കാലത്ത് തന്നെ നവമണലൂർ എന്ന് പറയുന്ന ഒരു ആശയം സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ചിരുന്നു. അതായത് ആധുനിക രീതിയിൽ മണലൂരിനെ വളർത്തിയെടുക്കും എന്നുള്ളതാണ്. ശക്തമായ മത്സരമായിരുന്നു നടന്ന്. TN പ്രതാപൻ എന്തായാലും 126 വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം പരാജയം അംഗീകരിക്കാതെ നിയമപരമായ വഴികളിലൂടെ പോവുകയാണ് എന്നാണ് കേസുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അതെ, അത് അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ചുള്ളൂ. പക്ഷേ എങ്ങനെയായാലും തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ ഇലക്ഷൻ നടക്കുന്ന കാലത്ത് തന്നെ അത് വളരെ പ്രകടമായിരുന്നു, ഇടതുപക്ഷ മുന്നണിയോടുള്ള ജനങ്ങളുടെ ഒരു ആഭിമുഖ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിജയം ഒരു വലിയ വിജയമായിട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു അല്ല അത് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. മത്സരം എന്ന വാക്ക് അന്വർത്ഥമാക്കിയ ഒന്നായിരുന്നു മണലൂരിൽ ഞങ്ങളുടെ പോരാട്ടം. ആ മത്സരത്തിൽ തീർച്ചയായിട്ടും ഒരു വിജയപാതയിൽ ഇടതുപക്ഷ ജനാധിപത്യം എത്തി. അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. വ്യക്തിപരമായിട്ട് അപ്പുറത്തേക്ക് പ്രതാപനോട് എന്താണ് പറയാനുള്ളത്? വ്യക്തിപരമായിട്ട് അദ്ദേഹം വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ ഈ ഇലക്ഷൻ കാലത്ത് തന്നെ എല്ലാ മത്സരരംഗത്ത് നിൽക്കുന്നവരോടും ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറുക. അവരെ ബഹുമാനത്തോടുകൂടി കാണുന്നു എന്ന് തന്നെ പറയാറ്. കാരണം ആശയ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തികളാണ്. മണലൂരിൻ്റെ MLA ആയി ചുമതല ഏറ്റെടുക്കാൻ പോകുന്നതിന് മുൻപ് നിയുക്ത MLA പ്രതികരിച്ചതാണ്. ശ്രീകുമാരൻ, 24 തൃശ്ശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.